നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ സാധിക്കാത്തത് എന്ന്? മറ്റുള്ളവരെ പോലെ ധനികനാകാൻ സാധിക്കാത്തത് എന്ന്? ഞാൻ അത്യാവശ്യം നല്ലപോലെയൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്താലും അതിന് പ്രോപ്പറായിട്ടൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കുക എന്നത് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ നമ്മുടെ വരുമാനം എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കൂടി അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പാലിക്കേണ്ട 5 നിയമങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ഭാവിയിൽ ധനികനാകുവാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാനും ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണമെങ്കിൽ ആദ്യം പാലിക്കേണ്ട നിയമമാണ് 20/4/10 റൂൾ. ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാൻ പോവുകയാണെങ്കിലൊക്കെ ഈ റൂൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ 20/4/10 റൂളിലെ 20 എന്ന് പറയുന്നത് നിങ്ങൾ പുതിയ കാറോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാറോ അങ്ങനെ എന്ത് തരം കാർ വാങ്ങാൻ തീരുമാനമെടുത്താലും അതിൻ്റെ 20% ഡൗൺ പേയ്മെന്റ് ആയിട്ട്, അതായത് മുൻകൂറായിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് നൽകണം. അതായത് ഒരു 5 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ അതിൻ്റെ 20% 1 ലക്ഷമെങ്കിലും മുൻകൂറായിട്ട് നൽകണം. കാരണം ഇന്ന് 100% EMI ഓപ്ഷനിൽ നിങ്ങൾക്ക് കാർ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് 20% ഡൗൺ പേയ്മെന്റ് എങ്കിലും നൽകിയിട്ട് കാർ എടുക്കുന്നതാണ്. അങ്ങനെ എടുക്കാൻ സാധിക്കുന്ന ഒരു കാറ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഇനി ബാക്കി പണം EMI ആയിട്ടാണ് അടയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് 4 വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന രീതിയിൽ എടുക്കുക. അതാണ് ഈ 20/4/10 റൂളിലെ 4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ 10 എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടയ്ക്കാൻ പോകുന്ന EMI അത് നിങ്ങളുടെ മാസശമ്പളത്തിന്റെ 10% കൂടാൻ പാടില്ല. അതായത് 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്ക് 10,000 രൂപയേക്കാൾ കാർ EMI ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ റൂളിലേക്ക് 50 എന്നുള്ള ഒരു നമ്പർ കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഈ റൂള് 20/4/10-50 റൂളായിട്ട് മാറുന്നു. ഈ 50 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 50% വരെ മാത്രം വില വരുന്ന ഒരു കാർ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് മാസം 1 ലക്ഷം രൂപ ശമ്പളമുണ്ടെങ്കിൽ വർഷത്തിൽ നിങ്ങൾക്ക് ആകെ 12 ലക്ഷമായിരിക്കുമല്ലോ ഏകദേശ ശമ്പളം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും സമ്പാദിക്കുന്നില്ല എങ്കിൽ ഈ 12 ലക്ഷമായിരിക്കും ആകെ കുടുംബത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 ലക്ഷത്തിന്റെ പകുതി, അതായത് 6 ലക്ഷം രൂപ വരെ വില വരുന്ന ഒരു കാറ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് നല്ലത്. ഈ ഒരു നിയമം, അതായത് വാർഷിക വരുമാനത്തിന്റെ 50% വരെ വില വരുന്ന കാറ് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള 20/4/10 റൂളും ഓട്ടോമാറ്റിക്കലി ശരിയായിട്ട് വരും. അടുത്ത റൂൾ എന്ന് പറയുന്നത് 3/20/30/40 എന്ന് പറയുന്ന റൂളാണ്. ഇത് പ്രധാനമായിട്ട് നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പലരും പറയും വീട് വയ്ക്കുന്നത് വാങ്ങുന്നത് ഒക്കെ വലിയ നഷ്ടമാണെന്ന്, അതിനു പകരം വാടകയ്ക്ക് താമസിക്കുന്നതാണ് നല്ലത് എന്ന്. അതൊക്കെ ആളുകളുടെ പേഴ്സണൽ തീരുമാനങ്ങളായിരിക്കാം. പലർക്കും സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരിക്കും. അതിനെക്കുറിച്ച് പല സങ്കല്പങ്ങളും പലർക്കും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ വാങ്ങുമ്പോഴും അവിടെയും ചെറിയ രീതിയിൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി ഈ റൂൾ എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നോക്കാം. ഇതിലെ 3 എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ ആകെ ആളുകളുടെ വാർഷിക വരുമാനത്തിന്റെ 3 ഇരട്ടിയിലധികം വീടിന്റെ ചിലവ് വരരുത്. അതായത് നേരത്തെ 1 ലക്ഷം മാസ വരുമാനമുള്ള ആൾക്ക് വർഷത്തിൽ 12 ലക്ഷം വാർഷിക വരുമാനമായിരിക്കും വരിക. അയാൾക്ക് 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 36 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഒരു വീട് നിർമ്മിക്കുകയോ വാങ്ങുകയോ ആകാം. അതിനും മുകളിലേക്ക് പോകരുത് എന്ന് മാത്രം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിലെ 20 എന്ന സംഖ്യയാണ്. 20 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീട് ലോൺ എടുത്ത് നിർമ്മിക്കുകയാണ് എങ്കിൽ അതിന്റെ അടവ് 20 വർഷത്തിൽ കൂടുതൽ പോകാൻ പാടില്ല. ഈ ലോണ് അല്ലെങ്കിൽ EMI എന്ന് പറയുന്നത് നമ്മുടെ മാസ വരുമാനത്തിന്റെ 30% കൂടുതൽ ആകാനും പാടില്ല. ഇനി നേരത്തെ കാറിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വീട് വാങ്ങുമ്പോഴോ വയ്ക്കുമ്പോഴോ 40% നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും തന്നെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് മുൻകൂട്ടി നൽകണം. ബാക്കി വരുന്നത് മാത്രമേ ലോണും EMIയുമായിട്ട് അടയ്ക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ വീടും കാറും അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വാങ്ങി
പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടാൻ ചിലപ്പോൾ ദിവസങ്ങൾ മതിയാകും. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഗുരുതരമായ അസുഖം വന്നു. ഇന്നിപ്പോ നമ്മൾ ചെറിയ പനിക്ക് വരെ ഹോസ്പിറ്റലിൽ പോയാൽ പതിനായിരങ്ങൾ ചെലവ് വരും. ക്യാൻസറോ ഹൃദ്രോഗങ്ങളോ കിഡ്നി രോഗങ്ങളോ കരൾ രോഗങ്ങളോ ഒക്കെ ഇന്ന് വ്യാപകമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അസുഖം വന്നാൽ നമ്മുടെ അതുവരെയുള്ള സമ്പത്തൊക്കെ വിറ്റുപിറക്കി ചികിത്സിക്കേണ്ടി വരും. 30-40 ലക്ഷമോ അതിൽ കൂടുതലോ ഒക്കെ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അത് ഒഴിവാക്കാൻ നമ്മൾ തീർച്ചയായും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വച്ചിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലരും സാമ്പത്തികമായിട്ട് മുന്നേറാത്തത് അവർക്ക് അടിക്കടി വരുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ കൊണ്ടാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസം ഒരു 400-500 രൂപ പ്രീമിയത്തിൽ തുടങ്ങി 1 കോടിയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നമുക്ക് എടുക്കാം. അതും ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 51ലധികം കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട്. അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്താൽ 25% വരെ ഡിസ്കൗണ്ടും ഉണ്ട്. ഇപ്പോൾ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒക്കെ GST ഇല്ലാതാക്കിയത് കൊണ്ട് ഇപ്പോൾ പണ്ട് 10 ലക്ഷത്തിന്റെ കവറേജിന് കൊടുക്കുന്ന പണം കൊണ്ട് 15-20 ലക്ഷത്തിന്റെ, അതായത് ഇരട്ടി കവറേജ് എടുക്കാൻ സാധിക്കും. ഈ കാര്യം ഒരാളും പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. ഇനി നിങ്ങൾക്ക് ക്ലെയിമിന്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ സഹായത്തിനായി അവർ ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജർ അടക്കമുള്ള ടീമിനെ ഏർപ്പാടാക്കി തരാറുണ്ട്. അവർ തന്നെ ക്ലെയിം സപ്പോർട്ട് എല്ലാം 30 മിനിറ്റിനുള്ളിൽ നൽകുകയും ചെയ്യും. അപ്പോൾ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പറ്റാവുന്ന തുകയ്ക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കണം. അതിനായി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി അപ്രതീക്ഷിതമായി വരുന്ന ഹോസ്പിറ്റൽ ചെലവുകൾ മാത്രമല്ല, കുടുംബത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമ്പാദിക്കുന്ന വ്യക്തിയുടെ കയ്യിലാണ് കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മരണം പോലൊരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മോശമാകും. അപ്പോൾ എത്രയൊക്കെ പ്ലാനിങ് നടത്തിയാലും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. അതിലൊന്നാണ് മരണവും. അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ എല്ലാവരും ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുത്തു വയ്ക്കേണ്ടത് നിർബന്ധമാണ്. അതിനിപ്പോൾ വലിയ ചിലവൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും മാസം ഒരു 400-500 രൂപ പോലുള്ള ചെറിയ തുക മാറ്റിവെക്കാൻ സാധിച്ചാൽ പോലും നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉപകാരപ്രദമായ വലിയ കവറേജ് ഉള്ള ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കാം. 2 കോടി വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ എടുക്കാം. ഈ കവറേജ് തുക കൊണ്ട് നമ്മൾ ഇല്ലാതായാലും നമ്മൾ ഉള്ളപ്പോൾ കുടുംബം എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ ടേം ഇൻഷുറൻസ് നമുക്ക് ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളെ താരതമ്യം ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട്. ഇപ്പോ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടേം ഇൻഷുറൻസിന്റെയും GST എടുത്തു കളഞ്ഞതുകൊണ്ട് മുൻപ് അടച്ചിരുന്ന പ്രീമിയത്തിൽ ഡബിൾ കവറേജ് ഉള്ള പോളിസി വരെ എടുക്കാൻ കഴിഞ്ഞേക്കും. ഇനി ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങളോ അല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യങ്ങളോ ഒക്കെ സംഭവിച്ചാൽ കവറേജ് കിട്ടുന്ന രീതിയിൽ ബേസ് പോളിസിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് റൈഡേഴ്സ് കൂടി നമുക്ക് എടുക്കാനും സാധിക്കും. പലരും ചിന്തിക്കുന്നത് ഞാൻ 20-30 വർഷമൊക്കെ ടേം ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടുണ്ട്, എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത്രയും പൈസ വെറുതെ പോയില്ലേ എന്നാണ്. പക്ഷെ ഇത് നമ്മൾ ഒരു സുരക്ഷയ്ക്കും നമ്മുടെ സമാധാനത്തിനും വേണ്ടി എടുത്തു വയ്ക്കുന്നതാണ്. ഇനി ടേം കാലാവധി കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല എങ്കിൽ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകൾ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പലതരം പ്ലാനുകൾ നോക്കി 15% വരെ ഡിസ്കൗണ്ടിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെ കാര്യമാണ്. അതിലേക്ക് ചെറിയ പണം മാറ്റിവെക്കുന്നതിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തോളൂ. എന്തെന്നാൽ ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനും ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവഗണിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിന് 3ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഹെൽത്ത് ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, അതായത് 4ാമത്തെ നിയമമാണ് റൂൾ ഓഫ് 72. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ നിക്ഷേപങ്ങൾ എന്നുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഉള്ള നിക്ഷേപം ഇരട്ടിയാവാൻ എത്ര സമയമെടുക്കുമെന്നറിയാൻ ഈ നിയമം ഉപയോഗിക്കാം. നിങ്ങളൊരു ലക്ഷ്യത്തെ വെച്ചായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് 5 വർഷത്തിനുള്ളിൽ വീട് വെക്കണം, അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ റിട്ടയർഡ് ആകണം. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കണക്കുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങളൊരു FDയിൽ ചേർന്നിട്ടുണ്ട്, 6% റിട്ടേൺ. അപ്പോൾ എത്ര സമയം എടുത്തായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്
ഡബിൾ ആകുന്നത് എന്നറിയാൻ 72-നെ 6 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്നത്, അതായത് 12 വർഷമായിരിക്കും ഇരട്ടിയാകാനായിട്ട് വേണ്ടി വരിക. അപ്പോൾ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 12% വരെയൊക്കെ റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വെക്കുക. അവിടെ 72-നെ 12 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ നമുക്ക് 6 വർഷം എന്ന ഒരു ഉത്തരമായിരിക്കും കിട്ടുക. അതായത് 6 വർഷം മാത്രം മതിയാകും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഇരട്ടിയാകാനായിട്ട്. സോ ഈ ഒരു റൂളും വളരെയധികം ഗുണപ്രദമാണ്. ഇനി അടുത്തത്, അതായത് 5-ാമത്തെ നിയമമാണ് അസറ്റ് അലോക്കേഷൻ തംബ് റൂൾ. ഇതിൽ ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ 100 മൈനസ് നിങ്ങളുടെ വയസ്സ്, അതായത് 100-ൽ നിന്ന് നിങ്ങളുടെ വയസ്സ് കുറയ്ക്കുക. എന്നിട്ട് അത്രമാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് 30 വയസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപത്തിന്റെ 70% മാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി കുറച്ചുകൂടി സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിക്ഷേപിക്കുക. അതായത് ബോണ്ടുകൾ, FD അങ്ങനെയുള്ള ഇടങ്ങളിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 5 നിയമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏകദേശം ഇത്തരത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കം പിന്തുടർന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാനും പണം വളർത്താനും സാധിക്കും. പക്ഷെ ഒന്ന് ഓർക്കുക, എന്തൊക്കെ പ്ലാനിങ് ചെയ്താലും അപ്രതീക്ഷിതമായി വരുന്ന സംഭവങ്ങളെ നേരിടാൻ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഇല്ലാതാകാൻ ദിവസങ്ങൾ മതി. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റുകളും അതുപോലെ മറ്റ് സാമ്പത്തിക ലക്ഷ്യങ്ങളും നടത്തിയെടുക്കാൻ ഇറങ്ങാവൂ. GST ഒഴിവാക്കിയതോടൊപ്പം 25% വരെ ഡിസ്കൗണ്ടിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ്. കൂടാതെ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടിലും ആ ലിങ്കിൽ പോയി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.